ഞാൻ എവിടെയൊക്കെ പോകുന്നതെന്നല്ലേ അത് പറയാം. അതിന് മുന്നേ ഞാൻ നിങ്ങളെ രണ്ടുപേരെ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ ബാല്യകാല കൂട്ടുകാരെന്ന് പറയാം. കാരണം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇവരെൻ്റെ കൂടെ ഉണ്ട്. പഞ്ച്വാലിറ്റിയുടെ അടുത്ത് ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് 8 മണി പറഞ്ഞ പ്ലാനാണ്. എത്തിയപ്പോൾ 11 മണി കഴിഞ്ഞു. പിന്നെ അവിടെ നേരെ ഫ്യൂലൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ പോയത് നെട്ടയിലേക്കാണ്. കാറിൽ പാട്ട് വെച്ച് എൻ്റെ ഫ്രണ്ട്സിന് തുള്ളണം എന്തോ അല്ലേ. കാർ പാർക്ക് ചെയ്യാൻ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് കാർ പാർക്ക് ചെയ്ത് നടന്നു പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ആ സ്പോട്ടിലെത്തി. എവിടെ പോയാലും നമുക്ക് ഫുഡാണല്ലോ മെയിൻ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് മീൻ വറുത്തതൊക്കെ ആദ്യമേ അങ്ങ് ഓർഡർ ചെയ്തു. എനിക്കിവിടെ ഇഷ്ടമായ മറ്റൊരു കാര്യം, നമ്മൾ കഴിക്കുന്ന ഫിഷ് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. ലൈഫിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു പഴങ്കഞ്ഞി. അങ്ങനെ അതും ഞാൻ ട്രൈ ചെയ്തു. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത മീനിന്റെ അസ്ഥിയുള്ള മാത്രമായി ബാക്കി. നെട്ടേ പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങാണ്ട് വന്നാൽ മോശമില്ല. അതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും വിശപ്പിന്റെ വിളി വന്നു. എന്നാൽ പിന്നെ ഐസ്ക്രീം ആയിക്കോട്ടെ എന്ന് എഴുതി. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാരിയുടെ വർഗ്ഗസ്നേഹമാണ് എന്തോ അല്ലേ. ഇവിടുത്തെ ഫ്രെയിം അടിപൊളിയായതുകൊണ്ട് നമുക്ക് കാറിന്റെ കുറച്ച് സ്റ്റെൽസ് ഒക്കെ എടുക്കാൻ പറ്റി. 3 പേർക്കും വീട്ടിൽ പോകാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് വേറൊരു സ്പോട്ടിൽ കൂടെ പോകാൻ തീരുമാനിച്ചു. അവിടെ കാണാൻ പറ്റിയ എന്തുണ്ട്? പുള്ളി പറഞ്ഞത് ആദ്യം ഞങ്ങൾക്ക് കത്തിയില്ലെങ്കിൽ 2X ഇട്ടപ്പോൾ കാര്യം പിടികിട്ടി. തൃപ്പരപ്പ് വാട്ടർഫാൾസാ പുള്ളി ഉദ്ദേശിച്ചത്. അങ്ങനെ നെട്ട പ്ലാൻ ചെയ്ത് നമ്മൾ തൃപ്പരപ്പ് എത്തി. ഇത്രയും പോത്തുവല്ല വളർന്നിട്ടും ബുദ്ധി വളർച്ച വരാത്ത എൻ്റെ കൂട്ടുകാരിക്ക് കുറച്ച് ടോയ്സും വെച്ച് ഞങ്ങൾ അവിടെ നേരെ വീട്ടിലേക്ക്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.